മസ്ജിദ് മലബാർ. ഈ ഒരു പള്ളി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോ നിൽക്കുന്നത് കേരളത്തിലാണെന്ന്. പക്ഷെ ഞാനിപ്പോ കേരളത്തിലല്ല, അതേസമയം സിംഗപ്പൂരിലാണ് കേട്ടോ. സിംഗപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ പ്രാചീനമായിട്ടുള്ള പള്ളിയാണ് മസ്ജിദ് മലബാർ. സിംഗപ്പൂരിൽ നിന്ന് തുടങ്ങുവാണ്. സിംഗപ്പൂരിലെ ആദ്യത്തെ ദിവസം ഞാൻ നിൽക്കുന്നത് പാരഡൈസ് ബിരിയാണി എന്ന് പറയുന്ന എന്നെ ഹോസ്റ്റ് ചെയ്യുന്ന മനാഫ് എന്ന് പറയുന്ന ബ്രോയുടെ കടയുടെ മുന്നിലാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി എന്നെ ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വന്നു. ബ്രോയാണ് കേട്ടോ എനിക്ക് വിസ ഇവിടുത്തെ ഇതാക്കി തന്നത്. ഇവിടുത്തെ സിംഗപ്പൂർ നമുക്ക് ഇവിടുത്തെ പി ആർ ഉള്ളവർക്കും അല്ല അവർക്കൊക്കെ ഈസി ആയിട്ട് വിസ എടുത്ത് തരാൻ കഴിയും. പിന്നെ അല്ലാതെ നമുക്കല്ലാതെ ഈ വിസ എന്തോ സംഭവമുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് പുള്ളിയുടെ കൂടെ. ബ്രോ മോർണിംഗ്. ഇവിടെ നമ്മുടെ കൂടെ പൊറോട്ടയും അപ്പവും പിന്നെ നമ്മുടെ ബീഫ് കറിയും കറിയാണ് കേട്ടോ. കേരള ചായയുടെ ഞാൻ മെനു ശ്രദ്ധിച്ചു. സിംഗപ്പൂർ എന്ന് പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. വളരെ ഒരു കുഞ്ഞു രാജ്യമാണ് കേട്ടോ, വളരെ കുഞ്ഞു രാജ്യമാണ്. അതായത് മലേഷ്യ തൊട്ടടുത്താണ് കേട്ടോ. മലേഷ്യ തൊട്ടടുത്തായിട്ട് വരും. പിന്നെ തൊട്ടപ്പുറത്ത് ഇന്തോനേഷ്യ ആയിട്ട് വരും. നമ്മുടെ ചായയുടെ വില ഞാൻ നേരത്തെ കണ്ടായിരുന്നു, നോക്കട്ടെ. ഒരു ചായക്ക് വരുന്നത് 3 ഒരു ചായക്ക് വരുന്നത്, കേരള ചായക്ക് വരുന്നത് 3 സിംഗപ്പൂറിയൻ ഡോളറാണ്. 3 എന്ന് പറയുമ്പോൾ 180 രൂപ അടുപ്പിച്ചായല്ലേ? 180 രൂപ. ഒരു ചായക്ക് 180 രൂപയെ കൂടുതൽ വരും കേട്ടോ. നമുക്ക് ദുബായിൽ പോയാൽ പോലും 40 രൂപ വരുള്ളൂ കേട്ടോ. കൂടിപ്പോയി 50 രൂപ. 50 രൂപ കൂടുതൽ ദുബായിൽ ചായക്ക് പൈസ കൊടുക്കണ്ട. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, നമ്മുടെ മലേഷ്യ എന്ന് പറയുന്നത് ഏകദേശം ഒരു 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. മലേഷ്യയിലെ ജോഹർ ബഹ്റു അല്ലേ? നമ്മൾ ഈ സ്ഥലത്ത് നമ്മുടെ സ്ഥലത്ത് നിന്ന് നമ്മൾ ആക്ച്വലി ബോർഡറിന്റെ അടുത്താണ്. സെംബവാൻ എന്ന് പറയുമ്പോൾ സെംബവാങ് റോഡ് പണ്ടത്തെ മലയാളി സെറ്റിൽമെന്റ്സിന്റെ ഒരു ഏരിയ ആണല്ലേ. അതായത് പണ്ട് കേരളത്തിൽ നിന്നൊക്കെ, നമ്മുടെ തെക്കൻ കേരളത്തിൽ നിന്നൊക്കെ കുടിയേറിയ പല ആളുകളുടെ 3-4 ജനറേഷൻ ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ അവർ മറ്റുള്ള തമിഴ്സുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു വലിയൊരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ തമിഴ്സിൻ്റെ ആണ്. അതുകൊണ്ടാണ് ഇവരുടെ 4 ഒഫീഷ്യൽ ലാംഗ്വേജ് 1 തമിഴും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇവരുടെ കറൻസിയിൽ വരെ ഒഫീഷ്യൽ ലാംഗ്വേജ് അവർ തമിഴിൽ എഴുതിയിട്ടുണ്ട്, ചൈനീസിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ മലയാളിയിൽ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മളിപ്പം മലേഷ്യയിലോട്ട് പോവാണ്. മലേഷ്യയുടെ ബോർഡർ ഭാഗത്തോട്ട് പോകണം. ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് സിംഗപ്പൂർ ഡൗൺ ടൗൺ ഭാഗത്ത് പോകണമെങ്കിൽ 20 മിനിറ്റ് യാത്രയാണ്. 20 കിലോമീറ്റർ 25 കിലോമീറ്റർ ഇവിടെ നിന്ന് ഡൗൺ ടൗൺ ഉണ്ട്. നമ്മളിപ്പോൾ ഡൗൺ ടൗണിലല്ല കേട്ടോ. നമ്മളത് ഏകദേശം 12 വുഡ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ഭാഗത്താണ്. ഇവിടെ ഈ സിംഗപ്പൂരിലെ ഈ ഒരു ഭാഗത്ത് എല്ലായിടത്തും നോക്കിയാലും, നമ്മൾ എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയാണ് വന്നത്, ആ ഒരു സമയം തൊട്ടേ നോക്കിയപ്പോൾ ഫുൾ എല്ലായിടത്തും മരങ്ങളാണ് കേട്ടോ. ഇതെല്ലാം ഇവർ മാൻമെയ്ഡായിട്ട് വെച്ച് പിടിപ്പിച്ച് ഉണ്ടായതാണ്. ഓക്കെ, നല്ല രസമുണ്ട്. മുന്നിൽ ഈ കാണുന്ന ബിൽഡിങ്ങുകളില്ലേ, ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ സിംഗപ്പൂർ ഗവൺമെന്റ് ഇവരുടെ HDB എന്താ ബ്രോ? HDB ഹൗസിംഗ് ഡെവലപ്മെന്റ് ബോർഡ്, അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇവിടെ എല്ലാവർക്കും ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. അവര് പൈസ ആവുന്നുണ്ടോ? അതിന്റെ CPF, അവരെ സെൻട്രൽ പ്രൊവിഡന്റ് ഫണ്ട്, അതിൽ നിന്നാണ് അതിന്റെ കട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ. അങ്ങനെ പണിത ഒരു 10-40 വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി കൂടുതൽ എന്താ പറയുക അമേസ് ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മരങ്ങൾ തന്നെ കേട്ടോ. ഒരു ആമസോൺ റെയിൻ ഫോറസ്റ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ പലയിടത്തും എല്ലായിടത്തും ഇങ്ങനെ മരം വെച്ച് പിടിപ്പിച്ചിരിക്കുക. ഈവൻ നമ്മുടെ റോഡ് ക്രോസ് ചെയ്യുന്ന വാക്കിംഗ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിൽ വരെ കേട്ടോ. നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടുത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള വുഡ്ലാൻഡ്സ് വാട്ടർ ഫ്രണ്ട് പാർക്കിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ എല്ലായിടത്തും കണ്ടില്ലേ, എവിടെ നോക്കിയാലും മരം. മരങ്ങളുടെ നാടെന്നാക്കണം അല്ലേ സിംഗപ്പൂറിനെ. ബ്രോ ഇവിടെ നാട്ടില്? ഞാൻ കാസർഗോഡ് പടന്നാന്ന് പറയും. എത്ര നാളായി ഇവിടെ? ഒരു 7+ years ആയി. 7 വർഷം. ഇവിടെ എന്താ പരിപാടി? നമ്മുടെ റെസ്റ്റോറൻറ്റ്സ് ആണ്, മലയാളി റെസ്റ്റോറൻറ്റ്സ്. ഓക്കെ. പാരഡൈസ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് സെംബവാങ് റോഡിലുണ്ട്. ഓക്കെ. പിന്നെ അപ്പർ ചാങ്ങി റോഡ്, പിന്നെ ഒരു വേറൊരു സ്റ്റൈലിൽ മൺസൂൺ മസാല എന്ന് പറഞ്ഞിട്ട് ലിറ്റിൽ ഇന്ത്യയിൽ. ഓക്കെ. പ്രൊമോഷൻ്റെ പൈസ പിന്നീട് വാങ്ങാം. പറഞ്ഞോ ചുവെള്ളോ.
അതായത് മലയാളികൾ വന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, എപ്പോഴും അതായത് ഇപ്പോൾ സിന്ധികൾ ആഫ്രിക്കയിൽ പോയതിൻ്റെ പ്രധാന കാരണം കോളനൈസേഷൻ തന്നെയാണ്. അതുപോലെ ബ്രിട്ടീഷുകാർ പണ്ട് ഇവിടെ ടിന്നിൻ്റെ ഉത്ഭവം ഉണ്ടായപ്പോൾ ടിന്നല്ലല്ലോ സോറി നമ്മുടെ ടിന്നല്ല, ഞാൻ ടിന്നൊക്കെ വേറെ ചരിത്രം മാറിപ്പോയതാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ കോളനൈസേഷൻ്റെ സമയത്ത് 18-19 നൂറ്റാണ്ട് കാലത്ത് അന്ന് ഇവർ നമ്മുടെ ഇന്ത്യയിൽ കോളനി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ അവർക്ക് സ്റ്റാഫുകളെ വേണം, എന്താ പറയുക, നേഴ്സിംഗ് ഫീൽഡിൽ ആളുകളെ വേണം, ബാക്കി ടീച്ചേഴ്സായിട്ട് പിന്നെ മിലിറ്ററി ആയിട്ടൊക്കെ വേറെ ആളുകൾ വേണം. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് കേരളത്തിൽ നമ്മുടെ കൊച്ചിയിലും തിരുവിതാംകൂറിലും അവിടെ അല്ലേ മലബാറിലും ഇവരുടെ റിക്രൂട്ടിംഗ് ഹബ്ബ് ഉണ്ടായിരുന്നു. മാത്രമല്ല അന്ന് അങ്ങനെ ഇവർ കേരളത്തിൽ നിന്ന് കുറേ ആളുകളെ ഇവിടെ ജോലിക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണം കേരളത്തിലുള്ള ആളുകൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, കൂടുതൽ ക്വാളിഫൈഡ് ആയിരുന്നു. അതുകൊണ്ട് കേരളത്തിലുള്ള കുറേ മലയാളികളെ പിടിച്ച് ഇവിടെ ആർമിക്കായിട്ടും കുറേ സംഭവങ്ങൾക്കായിട്ടൊക്കെ ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ പിന്നീട് 1965 കാലഘട്ടത്തിൽ ഇപ്പം ബ്രിട്ടൻ്റെ കോളനിയിൽ നിന്ന് മാറിപ്പോയി അവർ ഇൻഡിപെൻഡൻസ് കിട്ടി. പക്ഷേ ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നു, അവർ ഇവിടെ തന്നെ ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ധാരാളം മലയാളികളുള്ളത്. പക്ഷേ ഇവിടുത്തെ ഇന്ത്യൻ എത്നിക് ഗ്രൂപ്പിലെ രണ്ടാമത്തെ സ്ഥാനമാണ് മലയാളികൾക്കുള്ളത്. ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുമ്പം തമിഴ് ആൾക്കാരാണ്. തമിഴ് വംശജരാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫോർമർ മലേഷ്യൻ ബേസ് ജട്ടി ആൻഡ് KD മലായ. ഇതൊരു ഹെറിറ്റേജ് ട്രെയിൽ കൂടിയാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്തിന് ഇവിടെ എന്താ പറയുക, സെറമോണിയൽ പരേഡൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. 1956 കാലഘട്ടത്തിൽ 1965 ആക്ച്വലി ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ബോർഡർ ഈ കാണുന്നത് തന്നെയാണ് ബോർഡർ. ഇവിടെ നിന്ന് ക്രോസിംഗ് ഒന്നുമില്ല, പക്ഷേ ഇവിടെ നിന്ന് നമുക്കൊരു വ്യൂ ഉണ്ട് കേട്ടോ. ആ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം നമ്മുടെ മലേഷ്യയുടെ ഭാഗമാണ്. ജോഹർ ബഹാറോ കാണുന്നതാണ് റോഡ് ക്രോസിംഗ്. ആ കാണുന്നത് അതാണ് കേട്ടോ ക്രോസിംഗ് ആണത്. അതാണ് നമ്മുടെ വുഡ്ലാൻഡ്സ് ക്രോസിംഗ് എന്ന് പറയുന്നത്. കോസ്വേ ക്രോസിംഗ് എന്ന് പറയും. നമ്മുടെ സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലോട്ട് പോകുന്നതാണ് കേട്ടോ. പല ആളുകളും ഇത് കാണാൻ വേണ്ടി മാത്രം ഇങ്ങനെ നടക്കുന്നുണ്ട്. അവിടെ പുതിയ ഇത് പണിയുന്നുണ്ട് അല്ലേ, പുതിയ ട്രെയിൻ വരുന്നത് അതാണ്. അവിടെ പുതിയ സ്പീഡ് ട്രെയിനിൻ്റെ പണിയാണ് ആ കാണുന്നത് നടക്കുന്നത്. അടിപൊളി അല്ലേ? പൊളിയല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വെറുതെ വന്നിരിക്കും ഫാമിലിയായിട്ട്. ഭയങ്കര രസമാണ്. രാത്രിയിലൊക്കെ നല്ല വൈബാണ്. നമ്മൾ ഇരിക്കുന്നത് സിംഗപ്പൂർ, നമ്മൾ എടുക്കുന്ന ഫോട്ടോയിൽ ബാക്ക്ഗ്രൗണ്ട് വരിക മലേഷ്യ. രണ്ട് രാജ്യങ്ങളുടെ തൊട്ടടുത്താണ് കേട്ടോ. അതായത് മലേഷ്യ ആക്ച്വലി അത്യാവശ്യം വലിയ രാജ്യമാണല്ലോ. സിംഗപ്പൂർ വളരെ മൂട്ടിൽ കിടക്കുന്ന രാജ്യമാണ്. പിന്നെ ഇവിടുന്ന് നമുക്ക് ഫെറി എടുത്തിട്ട് വേണം നമുക്ക് ഇന്തോനേഷ്യയിലോട്ട് പോകാനായിട്ട്. നമ്മുടെ ബത്താം എന്ന് പറയുന്ന ഐലൻഡിലോട്ടാണ് ഫസ്റ്റ് ഫെറി കാണുന്നത്. ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് പോകും, അറിയില്ല. കുറേ ആൾക്കാർ ഇതൊക്കെ കാണാനായിട്ട് നടന്നു വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രൊമിനൻറ്റ് റെസ്റ്റോറൻ്റ് ആണ് റസ ഇസ്തി മേവ വാട്ടർ ഫ്രണ്ട് റെസ്റ്റോറൻറ്റ്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. ധാരാളം ചൈനീസ് ടൂറിസ്റ്റുകൾ ഇവർ വരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും അവർക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ സിംഗപ്പൂരിലോട്ട് വരാൻ. കാരണം സിംഗപ്പൂരിൽ ഒരു വലിയ ശതമാനം, പകുതിയിൽ കൂടുതൽ പോപ്പുലേഷൻ ചൈനീസ് വംശജരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനീസ് ഭാഷ ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് വളരെ ഈസിയാണല്ലോ. പിന്നെ വേറൊരു കാര്യം, ദേവൻ നായർ എന്ന് പറയുന്ന ഒരു മലയാളി ഇവിടുത്തെ ഒരു ഫോർമർ പ്രസിഡന്റ് കൂടിയായിരുന്നു, നമ്മുടെ മലയാളിക്കാരനായിരുന്നു. പിന്നെ ഇപ്പോൾ തലശ്ശേരി ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള ആരാ, ഒരു ഡിഫൻസ് മിനിസ്റ്റർ, പുള്ളി തമിഴ് K. ഷൺമുഖം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പം പ്രസിഡന്റും തമിഴ് വംശജനാണ്, ധർമ്മൻ ഇതെന്ന് പറഞ്ഞിട്ട്. എല്ലാം കുറേ പേരുണ്ട്, കുറേ മിനിസ്റ്റേഴ്സ് ഉണ്ട് തമിഴ്. വലിയൊരു മലയാളി തമിഴ് ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ഇവിടെ വലിയ രീതിയിലുണ്ട് കേട്ടോ. നമ്മൾ മലേഷ്യയിൽ നിന്ന് ഈ ഒരു ഭാഗത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ സിംഗപ്പൂർ ഫുള്ള് കാട് പോലെയാണ് കാണുന്നത്. എന്താ ബ്രോ പറഞ്ഞേ? അല്ല എന്തോ പറയാനുണ്ട്. അവിടെ നമ്മുടെ തമിഴ് കമ്മ്യൂണിറ്റിയുടെ അവിടെ കൊട്ടും ചെരുവയൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ കുറേ തമിഴ് ചേട്ടന്മാർ അവിടെ നിൽക്കുന്നുണ്ട് നേരത്തെ. ഇവിടെ സിഗരറ്റ് വലിച്ചാലുള്ള ഫൈന് $2000. $2000 എന്ന് പറയുമ്പം 1,26,000 രൂപ സിഗരറ്റ് വലിച്ചാൽ. അവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ നമ്മുടെ ചങ്കി ഏരിയയിലോട്ടാണ് കേട്ടോ. സോറി, ചാങ്കി ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു എത്ര പ്രശസ്തമെന്ന് അറിയില്ല. ഇവിടുത്തെ ഒരു വീട്ടിലാണ് കേട്ടോ. ഇതൊരു സാധാരണ റെസിഡൻഷ്യൽ ഏരിയ ആണ്. അവിടുത്തെ സാധാരണ ഒരു വീടാണ്. അവിടെ ഏതാണ്ട് ഒരു എന്താ പറയുക, കാർട്ടൂൺ കഥാപാത്രങ്ങൾ മാത്രമല്ല, പിന്നെ കുറേ അനിമി ക്യാരക്ടർ, പിന്നെ മുയൽ, അനിമൽസ് എല്ലാം ഉണ്ട്. എന്താ സംഭവം? നിന്റെ പേര് പറ ആദ്യം. എൻ്റെ പേര് ബുർഷാൻ. ഇവിടെ എല്ലാം ഉണ്ട്. അതായത് ഈ തോർ മുതൽ സ്പൈഡർമാൻ, ബാറ്റ്മാൻ, ഇല്ലാത്തൊന്നുമില്ല. ഇതെന്താ കാരണം? എന്താ ഇങ്ങനെ കണ്ടുപിടിക്കണം എവിടെയൊക്കെ അതാ വീടിൻ്റെ മുകളിൽ
ബാറ്റ്മാൻ. ഓക്കെ, അവിടെ ബാറ്റ്മാന്, സ്പൈഡർമാന്, പല ഡിസ്നി ക്യാരക്ടേഴ്സ്. ഇത് മറ്റേ ചൈനീസ് കുംഭകർണനല്ലേ? ഇത് ചൈനീസ് ഒരു ആചാരമായിട്ട്. ചൈനയിലെ കുംഭകർണനാണ് കേട്ടോ ഈ കാണുന്നത്. കുംഭകർണനല്ലല്ലോ, കുബേരൻ. ചൈനയിലെ കുബേർ കഞ്ചിയാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ട പൈസ അടക്കുന്നുണ്ടോ, $US. കൊള്ളാം കേട്ടോ ഈ ഒരു വീട്, നല്ല രസമുണ്ട്. ഈ ഒരു ഭാഗത്ത് പുറക് എല്ലായിടത്തും വീട് ചുറ്റും ഇതാണ് കേട്ടോ. പാണ്ടാസ്, ഗൊറില്ല, പക്ഷികൾ, തവള, സിംഹം എല്ലാം ഉണ്ട് കേട്ടോ ഈ ഒരു വീട്ടിൻ്റെ ഭാഗത്ത്. നല്ലൊരു ഏരിയ ആണ് കേട്ടോ. ഈ കാണുന്ന ഏരിയ കൂടുതൽ ചൈനീസ് ആളുകൾ താമസിക്കുന്നതാണ്. ചൈനീസുകാർ വന്നതും ഒരു 1800 കാലഘട്ടത്തിലൊക്കെയാണ് കേട്ടോ. അതായത് ബ്രിട്ടീഷ് കോളനി ആയ സമയത്ത് ഇവർ ഫ്രീ പോർട്ട് ഉണ്ടായിരുന്നു, ഒരു പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ചൈനീസ് ആളുകൾ കൂലീസായിട്ടും പിന്നെ ട്രേഡിംഗ് ഒക്കെ ആയിട്ട് ചൈനയിൽ നിന്ന് ധാരാളം ആൾക്കാർ വന്നു. സ്പെഷ്യലി സദേൺ ചൈന, നമ്മുടെ ഫൂജിയാൻ ഭാഗത്തുനിന്ന്, ഗോങ്ഷോ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഫൂജിയാൻ, നമ്മുടെ കാൻറ്റോണീസ് ചൈനീസൊക്കെ നിങ്ങൾക്ക് ധാരാളം കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് ഒരു 2000 നമ്മുടെ 20ാം നൂറ്റാണ്ടിലായപ്പോൾ അങ്ങനെ ആൾക്കാരെല്ലാം കൂടി പിന്നെ അവരുടെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ആയി. പിന്നെ അവരുടെ വീടുകളും സ്കൂളുകളും അവരുടെ ക്ഷേത്രങ്ങളും എല്ലാമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നീ എൻ്റെ വ്ളോഗ് എടുക്കുകയാണല്ലേ? നിന്റെ മാമനല്ലേ ഇത്? നമ്മുടെ മനാഫ് ബ്രോ. നിന്റെ പേരെന്താണോ? ബുർഷാൻ്റെ മാമനാണ് കേട്ടോ. എൻ്റെ അക്കോർഡിംഗ് ടു ChatGPT പുള്ളിയാണ് കേട്ടോ ഈ കാണുന്ന വീട്ടിൻ്റെ മുതലാളിയുടെ മുഖം കാണാൻ പറ്റുന്നില്ല, ലോഡാവുന്നേ ഉള്ളൂ. ഇതാണ്ട് ഈ പുള്ളിയാണ് കേട്ടോ ഈ കാണുന്ന വീട്ടിൻ്റെ മുതലാളി. ഈ പുള്ളിക്കാരൻ 25 വർഷം എടുത്തിട്ട് പണിതതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഒരു മിനി സുവോളജിക്കൽ പാർക്കാക്കാൻ വേണ്ടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ആക്കിയതാണ്. പുള്ളിക്കാരൻ ഒരു അവിഡ് കളക്ടർ കൂടിയാണ്. മാത്രമല്ല $1 കോടി അടുപ്പിച്ച് ചിലവാക്കി, $1 കോടി ഇന്ത്യൻ രൂപ അടുപ്പിച്ച് ചിലവാക്കിയിട്ടാണ് കേട്ടോ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് കണ്ട ആക്രി പോലെ തോന്നും, പക്ഷേ 1,50,000 സിംഗപ്പൂറിയൻ ഡോളറാണ് നമ്മുടെ ChatGPT പറയുന്നത്. അടിപൊളി കേട്ടോ. നമ്മളങ്ങനെ അവിടെ നിന്ന് വന്നത് നിങ്ങൾക്ക് മറ്റൊരു സ്ഥലം കാണിക്കാനാണ്. ഈ കാണുന്ന പള്ളിയുണ്ടോ, അതാണ്ട് മലബാർ മോസ്ക്. അതായത് മലബാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, മലബാർ എന്ന് പറയുമ്പോൾ അതെ നമ്മുടെ മലബാർ തന്നെയാണ്. നമ്മുടെ മലബാറിൻ്റെ പള്ളിയാണ് ഈ കാണുന്ന പള്ളി. ഈ കാണുന്ന പള്ളി വന്നത് എങ്ങനെയെന്ന് പറയുമ്പം 1900 കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിന് മുന്നേ 19ാം നൂറ്റാണ്ടിന് മുന്നേ മുതൽ തന്നെ, അതായത് ഇവിടെ മലബാറിൽ നിന്ന് ആളുകൾ എമിഗ്രൻസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അതായത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്കും പിന്നെ ഈ ജൂവലറി ട്രേഡ് ചെയ്യാനായിട്ട് ധാരാളം മലയാളികൾ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നു, അവരുടെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറി. അങ്ങനെ പണിത ഒരു പള്ളിയാണ് മലബാർ മോസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പം 2ാം നൂറ്റാണ്ട് വരെയും ഇതൊരു ബറിയൽ ഗ്രൗണ്ട് ആയിരുന്നു. ആ ബറിയൽ ഗ്രൗണ്ടിന് പിന്നീട് അവിടെയാണ് ഇവർ പള്ളി പണിത് ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു പള്ളിയായത്. നമ്മുടെ പെരുന്നാൾ നമസ്കാരവും അല്ലെങ്കിൽ വെള്ളിയാഴ്ച പള്ളികളിലൊക്കെ വരാനായിട്ടുള്ള മലബാറുകാരുടെ, അല്ലെങ്കിൽ എനിക്കൊന്നും മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് കേട്ടോ. ഞാൻ പുറത്തു പോയിട്ട് കാണിച്ചത്. ഞാൻ വീഡിയോ എടുത്തതിൻ്റെ ഇതിൽ 2ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞു. 2ാം നൂറ്റാണ്ടല്ല, 2ാം ലോകമഹായുദ്ധം വരെ ഇതൊരു ബറിയൽ ഗ്രൗണ്ട് ആയിരുന്നു. സോറി കേട്ടോ, ലൈവായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചില സമയത്ത് പൊട്ടത്തരമാണ് കേട്ടോ പറയുന്നത്. അതെങ്ങനെയാണ്, അത് ചിലപ്പോൾ തെറ്റിപ്പോവും, പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ അത് ഓർക്കൂല. ഈ കാണുന്നത് നമ്മുടെ ഒരു ബറിയൽ ഗ്രൗണ്ടാണ്. ഇതാണ് കേട്ടോ പള്ളി. 3 നില പള്ളിയാണ്. ഇവിടെ സ്ത്രീകൾക്കും നമസ്കരിക്കാനുള്ള ഒരു ഇടമുണ്ട്. നല്ല രസമുണ്ട്. ഒരു ഇന്ത്യൻ ആർക്കിടെക്ചറാണ് കേട്ടോ ഈ പള്ളിയുടെ ആർക്കിടെക്ചർ ആയിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ ST ബസ്, അതായത് സിംഗപ്പൂർ ബസ്സാണ്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ്. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിയിലെ ഫ്രണ്ട് ഭാഗം. നല്ല രസമുണ്ട്. മലബാർ മോസ്ക് 1937 കാലഘട്ടത്തിലാണ് കേട്ടോ ഇവർ ഒഫീഷ്യലായിട്ട് മലബാർ മുസ്ലിം കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, മലബാർ മുസ്ലിം കമ്മ്യൂണിറ്റിയാണെന്ന് തോന്നുന്നു, അവർ മെയിനായിട്ട് ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ തന്നെ 10 വർഷങ്ങൾക്ക് മുന്നേ മലബാർ മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടെ നിലവിൽ വന്നിരുന്നു. 1920 കാലഘട്ടത്തിൽ നമ്മുടെ സിംഗപ്പൂർ മലയാളി അസോസിയേഷൻ അതും ഇവിടെ വന്നിട്ടുണ്ട്. 1920 കാലഘട്ടത്തിലാണ് കേട്ടോ. അത്രയും ഏർലി ആയിട്ട് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ആ കാണുന്ന ബിൽഡിങ്ങും അവിടുത്തെ ഒരു വാൾ പെയിൻറ്റിംഗ് ഒക്കെ നല്ല മനോഹരം കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇവരുടെ ചെറിയ ചരിത്രപരമായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറച്ച് പിക്ചേഴ്സും അതിൻ്റെ കുറച്ച് റൈറ്റിങ്സ് ഒക്കെയാണ്. പള്ളിയുടെ പഴയ മോഡൽ അല്ലേ? അപ്പം ആ സമയത്തെ ബസ് മോഡൽ വരുമ്പോൾ സമയത്ത് ബസ് ഇതേ പറഞ്ഞ ആർച്ചൊക്കെ ഉണ്ടായത്. ഇതാണ് പുതിയ സമയത്ത്. ഇപ്പം പൊളിച്ചിട്ട് ഈ സൈഡ് എടുത്ത്. ഇവിടെ ആർച്ച് ഉണ്ടായിരുന്നു കേട്ടോ.
ജമാഅത്ത് മോസ്ക് ഇതിലും മലയാളത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവരിപ്പോൾ പൊളിച്ചു മാറ്റി പഴയ മോസ്കിൻ്റെ ചിത്രമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടോ, ഇവിടെ ഓരോ എന്താ പറയുക ഇൻസ്ട്രക്ഷനും അവർ ഇംഗ്ലീഷിൽ എഴുതിയതുപോലെ തന്നെ മലയാളത്തിലും അവർ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ വൊളു കൊടുക്കേണ്ട സ്ഥലം, ഇവിടെ നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് പള്ളിയിലോട്ട് പ്രവേശിക്കാം. എനിക്ക് തോന്നുന്നു ഈ പള്ളിയിൽ സന്ദർശിക്കാനായിട്ട് ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ സഞ്ചാരികൾ വരുന്നത് കൊണ്ടായിരിക്കണം കേട്ടോ ഇതുപോലുള്ള പർദ്ദകൾ ഇവിടെ വെച്ചിരിക്കുന്നത്. മറ്റുള്ള സഞ്ചാരികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആയിരിക്കണം. ഇവിടെ സദക്ക, റമദാൻ സദക്കയെക്കുറിച്ചും നമ്മളിനി പള്ളിയുടെ ഉള്ളിലോട്ട് കയറുവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ്. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ ഉൾഭാഗം. ഇത് നമ്മുടെ സൈഡ് ഭാഗമാണ് കേട്ടോ, ബാൽക്കണി. ഇവിടെ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ ആണ്. ഇവിടെ നമ്മുടെ ഖബറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഒരു ഖബർ കാണാൻ സാധിക്കും. ഈ കാണുന്നത് പിന്നെ ഖബറിൻ്റെ ഒരു പള്ളി ഗ്രൗണ്ടാണ് കേട്ടോ. ഈ കാണുന്ന ലാൻഡ് ഖബർ ലാൻഡായിരുന്നു, പിന്നീട് അത് ഇവിടെ ആയിരുന്നു. ആ ഖബറിൻ്റെ ഭാഗത്തായാണ് ഇവർ പള്ളി പണിതത്. നമ്മുടെ പള്ളിയുടെ ഒരു മിനിയേച്ചറാണ് കേട്ടോ. നമ്മുടെ വിക്ടോറിയ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു റോഡിലാണ് നമ്മുടെ പള്ളി സ്ഥിതി ചെയ്യുന്നത്, മലബാർ മോസ്ക് എന്ന പേരിൽ. ഇവിടെ നമ്മുടെ സക്കാത്ത് കൊടുക്കാനും ഡൊണേഷനൊക്കെ ആയിട്ട് ഇവിടെ കിയോസ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാർഡ് വെച്ചിട്ട് നമുക്ക് എന്തിനാണ് പള്ളിക്ക് വേണ്ടി ഫിദായത്ത് അല്ലെങ്കിൽ കഫാറ എന്താണ്, എത്ര രൂപയാണ് എന്നൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇതിൽ ആക്കി കൊടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. ഈ കാണുന്ന ബിൽഡിംഗ് കാണുമ്പോൾ കറക്റ്റ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പഴയ സ്റ്റൈല് പോലെ കേട്ടോ. ജനലുകളായാലും ഇവിടെ ChatGPTയുടെ ഹിസ്റ്ററിയും ഇവിടുത്തെ ഹിസ്റ്ററിയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ മലബാർ മുസ്ലിംസ് മെയിനായിട്ട് ഇൻവോൾവ് ചെയ്തത് പ്രൊവിഷൻ സ്റ്റോറ് പിന്നെ കക്ക ഷോപ്സൊക്കെയാണ്. പക്ഷേ അതേസമയം ChatGPT എൻ്റെ അടുത്ത് പറഞ്ഞത് ജ്വല്ലറി കടകളും ജ്വല്ലറി ട്രേഡ് ചെയ്യാനും പിന്നെ കൂടുതലായിട്ട് എന്താ അതായിരുന്നു കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പള്ളി കേട്ടോ. നമ്മുടെ സെൻറ്റർ ഈ കാണുന്നതാണ് നമ്മുടെ വിക്ടോറിയ റോഡ് എന്ന് പറയുന്നത്. പള്ളിയിൽ പോയിട്ട് വന്നപ്പം ഞാൻ അതിനു മുമ്പ് ഒരു സംഭവം പറഞ്ഞുതരാം. ഈ കാണുന്ന നമ്മുടെ ഖബർസ്ഥാനല്ലേ, ഖബറിൽ ചൂണ്ടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കണമെന്നുണ്ട്. പക്ഷേ ചില ആളുകൾ ചിലപ്പം അപ്പോൾ കമൻറ്റ് പറയും. അപ്പോൾ അതുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നില്ല, ഞാനിങ്ങനെ കാണിക്കാം. അവിടെ ആയിട്ട് അതുകൊണ്ട് ഇവിടെ ഒരു തുണി പൊക്കിയിരിക്കുന്നു, അവിടെ തുണി കെട്ടി പൊതിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ടോ. അതായത് ഇവിടുത്തെ ഒരു മലായുടെ ഒരു ട്രഡീഷനാണ്. ഇവിടെ ഇവർ ഓരോ വിശേഷ ദിവസങ്ങളിൽ അവരുടെ ബന്ധുക്കളെ കാണാൻ വേണ്ടി വരുമ്പോൾ ഈ തുണി പൊതിഞ്ഞിട്ട് അതിൽ പെർഫ്യൂം, ഫ്രാഗ്രൻസ്, ഊതോ, അത്തർ അങ്ങനത്തെ സംഭവങ്ങൾ അവർ ഒഴിച്ച് അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അത്. പിന്നെ എനിക്ക് തോന്നുന്നു മലബാറുകാർ ഏറ്റെടുത്തതായിരിക്കണം, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ വേറൊരു മലയാളിയെ എൻ്റെ ഒരു ഫോളോവറിനെ കണ്ടു. ബ്രോ എന്തുണ്ട് പേര് പറയൂ? ഷെഹസാദ് ഷാഡി ബോയ് എന്നറിയപ്പെടും. ഷാഡി ബോയ്. ബ്രോ? അജ്മൽ. എന്തുണ്ട്, സുഖമല്ലേ? എന്തൊക്കെയാ പറയണമെന്നുണ്ടോ? നാട്ടിലെവിടെയാ? സോറി, കാസർഗോഡ്. ഇവിടെ എത്ര വർഷമായി? ഇവിടെ ഒരു 10 വർഷമായി. സിംഗപ്പൂർ പാസ്പോർട്ട് ഉണ്ടല്ലേ? ഞാൻ എന്താ കാസർഗോഡല്ലേ? പെരിന്തൽമണ്ണ, മലപ്പുറം. എത്ര വർഷമായി? ഞാനിവിടെ ഒരു 15 വർഷമായി. ഓ, ബ്രോന് സിംഗപ്പൂർ പാസ്പോർട്ട് ഉണ്ടോ? ഓ, PR ആണ്. സിംഗപ്പൂർ പാസ്പോർട്ട് എന്ന് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ജലസ് തോന്നുന്നു കേട്ടോ. ഒന്നുമില്ല, സിംഗപ്പൂർ പാസ്പോർട്ട് ഉണ്ടെന്ന് കേട്ടതുകൊണ്ട് മാത്രം. ഓക്കെ ബ്രോ, പറയൂ, എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ നാട്ടില് ഭയങ്കരമായിട്ടൊരു ആൾക്കാരുടെ തിങ്കിങ് സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പം ഇവിടെ അതിനനുസരിച്ച് എക്സ്പെൻസും ഉണ്ട്. ഓക്കെ, ഒരു വണ്ടി നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, ഒരു കാർ എടുക്കുന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ COE എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാക്സ് ആണ് കേട്ടോ. 1 ലക്ഷം സിംഗപ്പൂർ ഡോളർ ടാക്സ് നമ്മൾ ഗവൺമെന്റിൽ കെട്ടിവെക്കണം. 1 ലക്ഷം എന്ന് പറയുമ്പം 60 ലക്ഷം. ഏകദേശം 1 ലക്ഷം എന്ന് പറയുമ്പം 67 ലക്ഷം രൂപ, 70 ലക്ഷം രൂപ നമ്മൾ കെട്ടിവെച്ചാൽ നമുക്കൊരു വണ്ടി എടുക്കാം. പ്ലസ് ഓൺ ടോപ്പ് വണ്ടിന്റെ കാശ് വേറെ ഒരു 60,000 50,000 ഒക്കെ ഉണ്ടാവും. അതായത് 10 ലക്ഷം രൂപയുടെ കാറ് വാങ്ങണമെങ്കിൽ കാറിന് പുറകെ COE എന്ന് പറഞ്ഞ ഒരു 67 ലക്ഷം രൂപ, ആ പേപ്പർ കിട്ടാൻ 67 ലക്ഷം രൂപ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ 50 ലക്ഷം രൂപ കാറാവട്ടെ, 1 കോടിയുടെ കാറാവട്ടെ, 10 കോടിയുടെ കാറാവട്ടെ, നിങ്ങൾ വേറെ എക്സ്ട്രാ 67 ലക്ഷം രൂപ കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ആ ഒരു COE പേപ്പർ കിട്ടുള്ളൂ. ആ പേപ്പർ കിട്ടിയാൽ മാത്രമേ കാറ് വാങ്ങാനും പറ്റുള്ളൂ. പേപ്പറിന്റെ പ്രത്യേകത 10 കൊല്ലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 10 കൊല്ലം കഴിഞ്ഞ് വീണ്ടും പൈസ കൊടുക്കണം. ആ ടൈമിൽ COE എങ്ങനെയാണ് അതിനനുസരിച്ച്. ഇപ്പൊ നമ്മുടെ വണ്ടി നോക്കും, നമ്മുടെ വണ്ടി ഇപ്പൊ 2018 മോഡലാണ്. ഇപ്പൊ 28 ആവുമ്പോൾ ഇത് കഴിയും. വണ്ടി കാണാനും എല്ലാം പുത്തനാണ്. പക്ഷെ നമുക്ക് ഇനി അത് ഓട്ടണമെങ്കിൽ വീണ്ടും നമ്മ അപ്പോഴത്തെ റേറ്റ് ഏതാണ് COE, ആ ടൈമിലെ COE ഏതാണ്
അത് കെട്ടിയിട്ട് അതിന്റെ വണ്ടി. അപ്പൊ നമ്മളെ മനാഫായിന്റെ COE കയ്യാന്ന പറഞ്ഞ വണ്ടിന്റെ ഇന്നലെ ബ്രോന്റെ വിഷമം വണ്ടി പറഞ്ഞു. നോക്ക്. നമ്മുടെ നാട്ടിലെ വണ്ടി എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടിയാ. ഇവിടുത്തെ നമ്മളെ കഷ്ടപ്പാട് വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. നാട്ടില് പിരിവിന് വരുന്ന ആളോടും പിന്നെ ഇങ്ങനെ ഒറ്റടിക്ക് 50,000 രൂപ ചെയ്തിട്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരിൽ എടുത്ത വിഷമം മനസ്സിലാക്കണം. ഒന്നുമില്ല, അത് ഞാൻ ചുമ്മാ പറഞ്ഞ. നാട്ടിൽ നിന്ന് ചില ഫ്രണ്ട്സ് മെസ്സേജ് അയക്കും, എടാ 1 ലക്ഷം പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്തെന്നൊക്കെ പറയും. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ഈ മരത്തൊന്ന് പറിക്കുന്നില്ല എന്നാണ് അവൻ പറഞ്ഞതിന്റെ ചുരുക്കം. അല്ല, ബ്രോന്റെ കേസ് മാത്രല്ല, എന്റെ കേസ് കാര്യമുണ്ട്. 10 മണിക്ക് ശേഷം ഇവിടെ മദ്യം ലിക്കർ വിൽക്കൂല. അതിന്റെ കാരണം എന്താ ബ്രോ? ഹായ് പറയുന്നോ? സിംഗപ്പൂരിലെ മെയിൻ ആൾ. ഹായ് പറ, എന്തുകൊണ്ടാ കാരണം? ഇവിടെ ഒരു 10 years ആയിട്ടുണ്ടാവും അല്ലേ? 12 ഒരു റയറ്റ് ഉണ്ടായിരുന്നു ലിറ്റിൽ ഇന്ത്യ എന്നൊരു സ്ഥലത്ത്. അപ്പൊ അതിന് കാരണം കുറച്ച് പേര് വെള്ളടിച്ച് ഇങ്ങനെ ഉണ്ടായ, അതിന്റെ ഇടയിൽ പോലീസിനെ ആക്രമിക്കുകയും ഒരു പോലീസ് വാനെ കത്തിക്കുകയും അങ്ങനെ ചുറ്റുപാടിലുണ്ടായ ഒരു സാഹചര്യത്തിൽ കുറെ പേര് ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യും. ബ്രോ റിപ്പോർട്ടറിനെ പോലെയാ പറയുന്നത്. അപ്പൊ വേണ്ട, ക്യാൻസൽ ചെയ്തു. ബ്രോ പറയുമ്പോ കുറച്ച് ഇമോഷൻസ് വരുന്നുണ്ട്. ആ ഇമോഷൻസ് ഒന്ന് പറഞ്ഞേ. പറ 2012 കാലഘട്ടം ഇമോഷൻസ് പറയട്ടെ. 2012 ഇവിടെ എന്ന് വെച്ചാല് ഇപ്പം സാറ്റർഡേ സൺഡേ ആണ് ഇവിടെ വർക്ക്. ഫോറിനേഴ്സ് കുറെ അധികം സ്ഥലമാണ്. അപ്പൊ ഈ വർക്കേഴ്സിനൊക്കെ ലീവ് കിട്ടുന്ന ഒന്നെങ്കിൽ ശനിയാഴ്ച അല്ല ഞായറാഴ്ച വരും. അപ്പൊ ഞായറാഴ്ച ആകുമ്പോ ഈ പാലം കഴിഞ്ഞാല് ഇന്ത്യ, ലിറ്റിൽ ഇന്ത്യ. 1 minute മോനാണ് എന്ന് വെച്ചാൽ ഇവരൊക്കെ താമസിക്കുന്നത് പല ഭാഗത്തായിരിക്കും, ഡോമെട്രികളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ അവർക്ക് ഇവിടുന്ന് അവരെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഗവൺമെന്റ് ഒരു ബസ് സർവീസ് പോലെ ചെറിയൊരു പൈസക്ക് അവരെ പല മൂലക്ക്, കാരണം ജുറോങ് എല്ലാം ഭയങ്കര ദൂരമാണ്, ഇതൊരു സെൻട്രൽ ഏരിയ ആണ്. അങ്ങനെ ഇത് കൊണ്ടുപോകുമ്പോ ഇങ്ങനെ ഒരു ബസ്സിൽ ഇവർ പാഞ്ഞ് കയറി നമ്മളെ നാട്ടിൽ കയറുന്ന മാതിരി ടിപ്പിക്കൽ നമ്മളെ ബിഹേവിയർ ഇല്ലേ, ഓടി ബസ് ഫുള്ളായപ്പോ ഡ്രൈവർ ഡോർ അടിച്ചപ്പോ ഒരുത്തനായി ഇത് തൂങ്ങി പിടിച്ച് നിന്നവൻ വീണിട്ട് ബസ്സിന്റെ ടയർ കയറി കത്തം മരണപ്പെട്ടു. അപ്പൊ തുടങ്ങി അടിയും പൊടിയാന്ന്. സിംഗപ്പൂർ പോലീസ് ഇവർക്ക് പിന്നെ അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ. നമ്മളെ നാട്ടില് പോലീസ് കാണുമ്പോ ലാത്തിയെടുത്ത് നമ്മൾ അടിക്കും. ഇവിടുത്തെ അവർക്ക് അതൊന്നും അറിയില്ല. ആൾക്കാർ ഇങ്ങനെ ഇവിടെ ഇപ്പൊ ഒരു സിംഗപ്പൂരിനോട് ഈ ലൈനിലെ നടക്കാറ് അവനിങ്ങനെ നടക്കും. ഞാൻ എന്തുകൊണ്ട് അപ്പുറം പോയിക്കൂടെ ഇപ്പുറം പോയിക്കൂടാന്ന് ചോദിക്കൂല. ഇവരത്ര റൂൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവര് പെട്ടെന്ന് ഇതൊക്കെ കണ്ടിട്ട് ആകുമ്പോ ആകെ ഷോക്കായി. ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് പോലീസൊക്കെ ഓടി അവരെ വണ്ടിയൊക്കെ അടിച്ച് പൊടിയാക്കി. തമിഴാണോ? എല്ലാരും ഉണ്ട്. ബംഗ്ലാദേശ് ആൾക്കാരുണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, തമിഴ് ആൾക്കാരുണ്ട്. തമിഴ് എന്ന് പറയുമ്പോ ഇന്ത്യ ഭാഗമാണ്. അങ്ങനെ ഇങ്ങനത്തെ ഒരു റയറ്റ് ഇവർക്ക് ഇതുവരെ കാണാത്തൊരു പരിപാടി. കാറ് കത്തിച്ചു, പോലീസ് വണ്ടി കത്തിച്ചു, എല്ലാം കത്തിച്ച് ആകെ അലാഖിന്റെ അതിനുശേഷം എന്താക്കി ഒരു നിയമം വന്നു. ആ നിയമം എന്ന് വെച്ചാല് ഈ 10 മണിക്ക് അല്ലെങ്കിൽ ഇവിടെ ഏത് ടൈം ആർക്കും പബ്ലിക്കായിട്ട് വെള്ളം കുടിക്കുക, പ്രശ്നം നമ്മുടെ 2 ഉസ്താദകന്മാര് ഇതിലൂടെ പാസ് ചെയ്തോട്ടെ. സിംഗപ്പൂരിൽ നിന്ന് നിന്നോട് പറയുന്നത് നിന്റെ ഫോളോവേഴ്സ് ആരൊക്കെയാ? ഉസ്താദ് പറയാ ഇത് അമ്പലത്തിൽ കയറിയ കുട്ടിയല്ലേ, മറ്റേ അമ്പലത്തിലെ വിവാദം. ഓക്കെ ബ്രോ ഇവിടുത്തെ പറയാം നമുക്ക്. എന്നിട്ട് അങ്ങനെ ഇവര് വണ്ടി പൊളിച്ചു, വണ്ടി കത്തിച്ച് അങ്ങനെയൊക്കെ ആക്കി. ലാസ്റ്റ് പോലീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആർമി ഗവൺമെന്റ് നിർത്തി. ഗവൺമെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഇനി പബ്ലിക്കായിട്ട് വെള്ളം കുടിക്കാൻ പറ്റൂല 10 മണിക്ക് ശേഷം. അപ്പൊ ഇത് വെച്ചാൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് സിംഗപ്പൂര്. പല സ്ഥലത്തുനിന്ന് ആൾക്കാർ എൻജോയ് ചെയ്യാൻ അതിനൊക്കെ വരുന്നത്. അപ്പൊ അവർക്ക് ഈ നമ്മളെ ഇപ്പൊ ഒരു ബംഗ്ലാദേശിനെ കണ്ടാലും ഒരു ഇന്ത്യനെ കണ്ടാലും ഇവിടുത്തെ ആൾക്കാർക്ക് എല്ലാവരും ഇന്ത്യനാണ്. അപ്പൊ ഇന്ത്യനോടില്ല ഒരു എന്താ പറയുക, ആ ഒരു റെസ്പെക്ട് പോയി. സിംഗപ്പൂർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മ എവിടെ പോയാലും എസ്പെഷ്യലി നമ്മളെ ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഒരു ഭയങ്കര റൂഡും ഭയങ്കര സംസാരിച്ചിട്ട് നമ്മളെ ഒരു വിലയില്ല, ഒരു ഇമേജ് ഓൾറെഡി ഡാമേജ്ഡ് ആണ് ഓവറോൾ ഇന്ത്യൻസിന്റെ. എവിടെ പോയാലും ഇപ്പൊ കാനഡയിൽ പോയാൽ 6 ആണ് അത് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാകുമ്പോൾ തമിഴ് എല്ലാവരും അങ്ങനെ ആ നിയമം മാറ്റിയവർ 10 മണിക്ക് ശേഷം പബ്ലിക്കായി കുടിക്കാനും പറ്റൂല, ലിക്കർ മേടിക്കാനും പറ്റൂല. അപ്പം ഇത് ആൾക്കാർ എന്താ അങ്ങനെ പറ്റാത്തത്, ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ പറയും ഇന്ത്യൻസ് പണ്ട് റയറ്റ് ഉണ്ടാക്കി. അപ്പോൾ റയറ്റ് ഉണ്ടാക്കിയത് ബംഗ്ലാദേശ് എല്ലാവരും ഉണ്ട്. പക്ഷെ ഇന്ത്യന് ആ ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് മാർക്ക്
അത് എല്ലാവർക്കും ഇപ്പൊ നമ്മ വർക്ക് ചെയ്യുന്നിടത്ത് നമ്മളെ ഇവിടെ ഇന്ത്യക്കാരെ ഒരു കാറ്റഗറി ആയിട്ട് കാണുന്നുണ്ടല്ലേ ആൾക്കാര്? ആ തീർച്ചയായിട്ടും. അത് മാത്രമല്ല നമ്മളെ റെസ്പെക്ട് ഇല്ല, സ്പെഷ്യലി റെസ്പെക്ട് ഇല്ല. ഭയങ്കര മോശം. ലിറ്റിൽ ഇന്ത്യയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ലിറ്റിൽ ഇന്ത്യ ഇപ്പൊ നീ എന്തായാലും അവിടെ പോകുമ്പോൾ എനിക്ക് തിരിയും, ഒരു മിനി ഇന്ത്യ ആണ്. എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞ എങ്ങനെ ഒരു അടിപൊളി സ്ഥലം ഒരു ബ്രോയും റിപ്പോർട്ടർ ആയോ? അവിടെ പോയാൽ നിങ്ങൾക്ക് തിരിയും. അത് ഇന്നിപ്പോ പോയാൽ ചിലപ്പോ ബ്ലോക്ക് വെള്ളമടിച്ച് നിലത്ത് കിടക്കുന്ന ആളെയൊക്കെ കാണും. ഇത് കണ്ടാ വിചാരിക്കും ഇതെവിടെ ചെന്നൈയിൽ പോയതെന്നൊക്കെ വിചാരിക്കും. ചെന്നൈയില ഇത് സിംഗപ്പൂരാണ്. പണ്ടിനെ അടിച്ച പോലീസുകാരനോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദിലീപിനോട് മറ്റേ നടന്നല്ല വഴിയല്ല അതാണല്ലേ? കുഴപ്പമില്ല. എന്തായാലും അതിനു മുമ്പ് ഞാനൊന്ന് ഹിസ്റ്ററി പറയാം. ഹിസ്റ്ററി ഒന്നുമില്ല, പണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യക്കാർ ധാരാളം വന്നുകൊണ്ടിരുന്നു. ആ വന്നതിന്റെ ഭാഗമായിട്ട് അവരൊരു സ്പെഷ്യൽ ഏരിയയിൽ എല്ലായിടത്തും പോലെ ഇപ്പൊ ചൈന ടൗണ് അല്ലെങ്കിൽ നമ്മുടെ താൻസാനിയയിൽ ഇപ്പൊ ദാറുസലാമിൽ പോയാൽ നമുക്ക് ഇന്ത്യക്കാരുടെ ഒരു ഏരിയ കാണാൻ സാധിക്കും. പണ്ടത്തെ സിദ്ദിക്കാരും ഗുജുകാരും. അതുപോലെ തന്നെ ഇവിടെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. കറക്റ്റ് കൂടുതൽ തമിഴ്സ് ആണ് കേട്ടോ, തമിഴിയൻസ് ആണ് കൂടുതൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ഷോപ്പുകൾ, അവരുടെ കടകൾ. നമ്മളൊരു ചെന്നൈ പോയ ഫീൽ ഉണ്ടാവും നമുക്ക്. ടെമ്പിൾസ് കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചെന്നൈ പോയ ഫീൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് സിംഗപ്പൂരിലുള്ള ചെന്നൈ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ, ലിറ്റിൽ ഇന്ത്യ. അത് ആക്ച്വലി ഇങ്ങനെയാണെങ്കിലും ഭയങ്കര ടൂറിസ്റ്റിക് ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ. ധാരാളം ആളുകൾ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്, ലിറ്റിൽ ഇന്ത്യ കാണാൻ വേണ്ടി. എല്ലാം ഏജ് 40+ ആൾക്കാരാണോ? നമ്മുടെ ലിറ്റിൽ ഇന്ത്യയിലാണ് കേട്ടോ ഇവരുടെ മൺസൂൺ മസാല. കൊള്ളാലോ? മലയാളിയുടെ ഓ അതാണല്ലേ മൺസൂൺ കൊള്ളാം കേട്ടോ. മലയാളിയുടെ മനാഫിന്റെ കൊള്ളാം കേട്ടോ. ഇവിടുത്തെ ബിൽഡിങ്ങിന്റെ ആർക്കിടെക്ചർ നോക്കിയേ, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഉള്ള വീടുകളും സംഭവങ്ങളൊക്കെ, ഇവിടെ ഉള്ള ബിൽഡിങ്സ് ഒക്കെ നോക്കിയേ, നല്ല രസമുണ്ട് കേട്ടോ ആക്ച്വലി. വാവ്, അടിപൊളി കേട്ടോ. ഇതുപോലെ പരന്നടക്കുന്ന ഒരു വലിയൊരു ഏരിയ ആണ് കേട്ടോ ആക്ച്വലി ഈ ഒരു ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിവിടുത്തെ വീടുകളാണ്, റെസിഡൻഷ്യൽ ഏരിയ ആണ്, റെസിഡൻഷ്യൽ ഒരു കോംപ്ലക്സ് ആണത്. ഞാനങ്ങനെ ഇവിടെ മൺസൂൺ മസാലയിൽ വന്നിട്ട് ഞാൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പൊതി ബിരിയാണിയാണ്. ബ്രോ തുറന്ന് ഹെൽപ്പ് ചെയ്തോ ബ്രോ, അല്ലെങ്കിൽ ബ്രോ വീഡിയോ എടുത്ത് തന്നോ. ഇതാണല്ലോ വീട്ടിലും ബിരിയാണിയാണ്. അതിന്റെ ടേസ്റ്റ് ഉണ്ടേ, എന്നിട്ട് പറയാം. എങ്ങനെ ഇത് വേറെ ഒരാളെ വിളിക്കണമല്ലോ? ഇല്ല, വേറാക്കി തീർക്കാനേ ഉള്ളൂ. ഇത് നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ആണ് കേട്ടോ ഇവിടുത്തെ. ഇതൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ ഇവിടെ നമ്മുടെ റൈത്ത സലാഡ്, ഈത്തപ്പഴ അച്ചാറ്, നമ്മുടെ മുട്ട ഉണ്ട്, പിന്നെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. കൊള്ളാം. ലിറ്റിൽ ഇന്ത്യയിൽ കൂടുതൽ തമിഴ് കടകളൊക്കെ ആണെങ്കിലും ഇവിടെ തന്നെ രണ്ട് മലയാളി, നമ്മുടെ മൺസൂൺ മസാലയും പിന്നെ അവിടെ ഒരു ചേട്ടൻ്റെ കട. കേട്ടോ. പിന്നെ ഇതൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണോ? ഞാൻ ഒന്ന് ലിറ്റിൽ ഇന്ത്യ നിങ്ങൾക്കൊന്ന് കറങ്ങി ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഭക്ഷണം കഴിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കറക്റ്റ് നമുക്കത് അനുഭവപ്പെടും കേട്ടോ. കറക്റ്റ് ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു തമിഴ് ഫീല്. സാരി ഉടുത്ത സ്ത്രീകളും കറക്റ്റ് കേട്ടോ നമ്മുടെ തമിഴ്നാട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇവിടുത്തെ സിംഗപ്പൂറിയൻസ് അല്ലെങ്കിൽ ചൈനീസുകാർ. ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ആക്ച്വലി. ഇവിടെ ഫുള്ള് ഇങ്ങനെ ഇവിടുത്തെ ഇതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് കേട്ടോ, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ബിൽഡിങ്. അടിപൊളി കേട്ടോ. ആനന്ദഭവൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, അടിപൊളി കേട്ടോ. അതുകൊണ്ട് അവിടെയൊക്കെ കുറേ കോഫി കട. ഇവിടെ കണ്ടില്ലേ അഞ്ചിപ്പാറ് ബാലാജി ഭവൻ. പിന്നെ ഇവിടെ ഇതെന്താ നന്ദനാസ് ആര്യ സമാജ്. ആര്യ സമാജ് ക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത്. ഹിന്ദി സ്കൂളാണ്.
പിന്നെ ഓ നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മലബാർ ഗോൾഡ്, അത് മലബാർ ഗോൾഡിന്റെ കാണുന്നതാണ് കേട്ടോ. നമ്മുടെ മുസ്തഫ സെന്റർ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കേട്ടോ. ഇവിടുത്തെ തിരക്ക് കണ്ടാലേ അറിയാം, കൂടുതൽ ഇന്ത്യക്കാരാണ് കേട്ടോ ഈ ഒരു ഭാഗത്തുള്ളത് തന്നെ. ഈ കാണുന്നത് ഇവിടുത്തെ മറ്റൊരു മുസ്ലിം പള്ളിയാണ് കേട്ടോ, മസ്ജിദ് അങ്കൂലിയ. പള്ളിയിലൊക്കെ പോയിട്ട് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. പുള്ളി ആക്ച്വലി എനിക്ക് സിംഗപ്പൂരിൻ്റെ സുവനീഴ്സും മലബാർ ഗോൾഡിൻ്റെ ഇവിടുത്തെ മാനേജറാണ് കേട്ടോ. പുള്ളി എനിക്ക് ഒരു സിംഗപ്പൂരിൻ്റെ തൊപ്പി വാങ്ങിച്ചു തന്നു. പുള്ളിക്കാരെ എനിക്ക് സിംഗപ്പൂരിൻ്റെ ടീഷർട്ട് വാങ്ങാൻ വേണ്ടി കുറേ നടക്കുന്നു. ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഓക്കെ തൊപ്പി വാങ്ങാം, കുഴപ്പമില്ല, കാരണം എമ്മി വാങ്ങിച്ച തൊപ്പിയും കളഞ്ഞു പോയി. ബ്രോ ഒരു ഹായ് പറഞ്ഞോ. പേരെന്താ? ഷെഫീഖ്. എവിടെയാ സ്ഥലം? കണ്ണൂർ. എന്തുണ്ട് വിശേഷം? എത്ര നാളായി ഇവിടെ? പോവണോ?